എല്ലാവർക്കും നമസ്കാരം. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ പോളിൻ്റെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പലരും അത് വരയ്ക്കാൻ ചോദിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സിലബസ്, അതായത് ഇലക്ട്രിക്കൽ പോളിൻ്റെ സിലബസ് ഈ കാണിച്ചിരിക്കുന്നതാണ്. മെക്കാനിക്കലിൻ്റെ ഇതാണ്. മെക്കാനിക്കലിൻ്റെ 22 ട്രേഡുകൾ ഉൾപ്പെടെ ഉള്ളൊരു സിലബസാണ്. അതുപോലെ തന്നെ 17 ട്രേഡുകൾ, അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സംബന്ധിച്ചുള്ള ട്രേഡുകളെല്ലാം ഇതിനകത്ത് ഈ പൂളിൽ വരും. അതായത് ഡ്രോയിങ്ങിന് ആകെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ആകെ 6 സിലബസിൽ 6 ടോപ്പിക്സാണുള്ളത്. അതിനകത്ത് എല്ലാം തന്നെ ഫ്രീ ഹാൻഡ് സ്കെച്ചസാണ്. അതായത് ഡയമെൻഷൻസ് ഒന്നും വേണ്ടാത്ത സ്കെച്ചസാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് സൈൻ ആൻഡ് സിമ്പിൾസ്, അതായത് സിമ്പിളുകൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇവരുടെ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെയോ കോമ്പണൻസ്, ട്രേഡ് റിലേറ്റഡ് കോമ്പണൻസിൻ്റെ സ്കെച്ചസാണ് ഈ പറയുന്നത്. മൂന്നാമതായിട്ട് വയറിംഗ് ഡയഗ്രാമുകളാണ്, അതിൻ്റെ ലേഔട്ടോ അല്ലെങ്കിൽ ഡയഗ്രാംസ്, വയറിംഗ് ഡയഗ്രാംസിൻ്റെ കാര്യമാണ്. നാലാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് എർത്തിങ്ങിൻ്റെ, അതായത് ഇലക്ട്രിക്കൽ എർത്തിങ് ഡയഗ്രാംസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് പൈപ്പ് എർത്തിങ്ങും ആൻഡ് പ്ലേറ്റ് എർത്തിങ്ങുമാണ് മെയിനായിട്ട്. അഞ്ചാമതായിട്ട് പറയുന്നത് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമുകളാണ്, അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ട്രേഡുകളുടെ സംബന്ധിച്ചുള്ള സർക്യൂട്ട് ഡയഗ്രാംസ്. ആറാമത് ബ്ലോക്ക് ഡയഗ്രാംസാണ്. ഇതെല്ലാം വളരെ എളുപ്പമുള്ളതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നും പറയുന്നില്ല ഇവർ. നമ്മൾ ഈ ബ്ലോക്ക് ഇച്ചിരി ചെറുതായി, ഒരാൾ ഇച്ചിരി വലുതാക്കി വരച്ചാലും ചെറുതാക്കി വരച്ചാലും ഒക്കെ കറക്റ്റ് ആ ബ്ലോക്കുകളെല്ലാം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വരച്ച് കാണിക്കുന്നതിലും എളുപ്പം, അതായത് ഈ ഡയഗ്രാംസ്, അതായത് ഈ 6 മോഡ്യൂളുകളും അല്ലെങ്കിൽ 6 യൂണിറ്റുകളും ഇങ്ങനെ 6 PDF ആയിട്ടുണ്ട്. അത് ഞാൻ ഈ ലിങ്കിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക. നമുക്ക് ആർക്കും വേണമെങ്കിലും എടുത്ത് കാണാം. നിങ്ങൾക്കത് നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ഇത് ഇലക്ട്രിക്കൽ പൂളിൽ അങ്ങനെ ഞാൻ ഇടപെടാറില്ല, കാരണം എനിക്കങ്ങനെ ആ ഒരു ടോപ്പിക്ക് വന്നിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അത് ജസ്റ്റ് പിള്ളേർക്ക് അവർക്ക് ട്രേഡ് അറിയാവുന്നതും കൊണ്ട് പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഫസ്റ്റ് ഇതാണ് സൈൻ ആൻഡ് സിമ്പിൾസ്. ഇതിനകത്ത് കുറച്ച് സൈൻ ആൻഡ് സിമ്പിൾസ് ഉണ്ട്, കണ്ടോ? ഇതെല്ലാം സൈൻ ആൻഡ് സിമ്പിൾസാണ്. ഇതെല്ലാം അവർക്ക് അറിയാവുന്നതാണ്. വയറിങ്ങിൻ്റെ ഇതൊക്കെയാണ്, അതായത് ജനറൽ വയറിങ്ങിന് ഇങ്ങനെ ഒരു വര വരച്ചാൽ ജനറൽ വയറിങ്ങിൻ്റെയാണ്. പിന്നെ ഫ്യൂസിൻ്റെ പലതരം ഫ്യൂസുകളുണ്ട്, ഇതൊക്കെ ഓരോതരം ഫ്യൂസിൻ്റെ ഒക്കെയാണ്. ഇതിനകത്താണ് എർത്തിങ്ങിൻ്റെ ഈ ഒരു സംഭവമാണ് എർത്തിങ് ആയിട്ട് പറയുന്നുണ്ടോ, ഈ ഒരു സംഭവമാണ് എർത്തിങ്. ഇതൊക്കെ അപ്പോൾ കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇത്രയേ ഉള്ളൂ സിമ്പിൾസ്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കുറേ ഉണ്ട്, പക്ഷേ ഇത് മെയിനായിട്ടുള്ളതൊക്കെ പഠിച്ചു വെക്കുക. നിങ്ങൾക്കറിയാം മെയിൻ ഏതൊക്കെയാണെന്നുള്ളത്, അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്ക് വരുന്നത് സ്കെച്ചസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡ് റിലേറ്റഡ് കോമ്പണൻസ് ആണ്. ഇത് ഇത്രയും കാര്യങ്ങളുണ്ട്, കണ്ടോ? ഇതിനകത്ത് പലതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഇത് എയർ കോർ ട്രാൻസ്ഫോമറിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ എയർ കോർ ട്രാൻസ്ഫോമറിൻ്റെ പടം. ഇത് വരച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ ഓരോന്ന് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഈ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കി. ഇതിനകത്ത് പറയുന്നുണ്ടോ 3 പോയിൻറ്റ് സ്റ്റാർട്ടറാണിത്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ടാണ് ചോദിക്കാൻ ചാൻസ്. കാരണം ഇപ്പോൾ ഇതുണ്ട്, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഇതിൻ്റെ മുകളിൽ കാണാം 2021 ഈ 2000, അതായത് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇലക്ട്രോപ്ലേറ്റർ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, TPS ഉണ്ട്, EMEC ഉണ്ട്, IMEC ഉണ്ട്, അങ്ങനെ വയർമാൻ ഉണ്ട്. ഒരുപാട് ട്രേഡുകളെല്ലാം ഒരുമിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് IMEC EMEC അവർക്കൊക്കെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അവർക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുകൂടാണ്ട് ഇലക്ട്രീഷ്യൻ ട്രേഡുകൾ, അതായത് ഈ വയർമാൻ ഇലക്ട്രീഷ്യൻ ട്രേഡുകൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഇതുണ്ട്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഏതെങ്കിലും 2 പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെല്ലാം ഉണ്ട്, കേട്ടോ. ഇപ്പോൾ 2 യൂണിറ്റ് ഞാൻ കാണിച്ചായിരുന്നു. മൂന്നാമത്തെ
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വയറിംഗ് ഡയഗ്രാമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഹോസ്പിറ്റൽ വയറിംഗ് ഉണ്ട്, 2 ലാമ്പ് കൺട്രോൾഡ് ബൈ 2 സ്വിച്ച് ഉണ്ട്, 3 പോയിൻറ്റ് സ്റ്റാർട്ടറിനുണ്ട്, 4 പോയിൻറ്റ് സ്റ്റാർട്ടറുണ്ട്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുണ്ട്. ഇത് ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. ഇതിനകത്ത് എളുപ്പമായതെന്ന് വെച്ചാൽ അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇതിനെല്ലാത്തിനും. ഇതാണ് ഇതിൻ്റെ ഇൻഡെക്സ്. ഇതിനകത്ത് ഇത്രയും പടങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലൈനുകൾ നിങ്ങൾക്ക് വലുതാക്കി വേണമെങ്കിലും വരയ്ക്കാം, ചെറുതാക്കി വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ആൾക്കാർക്ക് കാണത്തക്ക രീതിയിൽ, അതായത് ചോദ്യകർത്താവിനും ഇത് ഇൻവിജിലേറ്റർ, അതായത് ഉത്തരം നോക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചാൽ മതി. ഓക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3 കഴിഞ്ഞ് 4ാമത്തെ ഇതാണ്. അത് എർത്തിങ്, അതായത് ഇലക്ട്രിക്കൽ എർത്തിങ് ഡയഗ്രാംസാണ്. മെയിനായിട്ട് 2 ഉള്ളൂ. ഇത് രണ്ടും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് എങ്ങനെ വരയ്ക്കണമെന്നുള്ളത്. ഓക്കെ. അടുത്ത 5ാമത്തത് സർക്യൂട്ട് ഡയഗ്രാംസാണ്. ഇതെല്ലാം സർക്യൂട്ട് ഡയഗ്രാമുകളാണ്. ഓക്കെ. ഇതും ലിങ്ക് ആയിട്ടുണ്ടാവും. ഓക്കെ. അത് നിങ്ങൾ നോക്കി പഠിക്കുക. 6ാമത്തായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാംസിൻ്റെയാണ്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാംസ്. ഓക്കെ. ഇത്രയും ബ്ലോക്ക് ഡയഗ്രാമുകളാണ്. ഇതെല്ലാം ബ്ലോക്ക് വരയ്ക്കും. ഈ ബ്ലോക്ക് വലുത് വരച്ചാലും ചെറുത് വരച്ചാലും കുഴപ്പമില്ല. ഇത് ഇച്ചിരി അങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ആ വേ ഓഫ് പാത്ത് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ പോകുന്ന വഴി, ആരോ പോകുന്ന വഴി, അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്ത പ്രൊസീജിയറിലോട്ട് അല്ലെങ്കിൽ അടുത്ത നടപടിയിലോട്ട് പോകുന്ന ആ പാത്തിനാണ്. അതിന് ഓരോ ബ്ലോക്ക് വരച്ച് അതിനകത്ത് ആ പാത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇതും വളരെ എളുപ്പമാണ്. കണ്ടോ, ഇത് ഡിജിറ്റൽ ടാക്കോമീറ്ററിൻ്റെ ഒരു ബ്ലോക്കാണ്. ഓക്കെ. ഇത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇതിന് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയാൻ പറ്റത്തില്ല, ഡയഗ്രാം. അതിൻ്റെ ശരിക്കും പടം തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ബ്ലോക്കുകൾ വരച്ചിരിക്കുന്നതാണ് ഈ ബ്ലോക്ക് ഡയഗ്രാംസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കുകൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് പോയി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക്കൽ ഡയഗ്രാം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വരയ്ക്കാത്തതിൻ്റെ ഇതിനകത്തൊന്നും അളവുകളില്ല. അപ്പോൾ അളവ് നമുക്ക് ഇഷ്ടമുള്ള ആ പേപ്പറിനകത്ത് ഭംഗിയായിട്ട് നിൽക്കുന്ന രീതിയിൽ വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നോക്കുക, തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പോൾ ഇതിനകത്ത് വരച്ച് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുന്നത് ചെറുതായിട്ട് വരച്ചാലും, ഇപ്പോൾ എനിക്ക് വേറെ മെക്കാനിക്കൽ ഡ്രോയിങ് വരയ്ക്കുകയാണെങ്കിൽ അതെല്ലാം അളവുകളുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് അളവില്ലാത്തത് കൊണ്ട് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. ബൈ. താങ്ക്സ്.